ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾക്കൊരു പർപ്പിൾ കളറിൽ ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അത് 1.5 കിലോ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നമ്മൾ പക്ഷേ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് പർപ്പിൾ കളറിലാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്നാലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ബിഗിനേഴ്സായ ആളുകൾക്ക് പോലും നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രീമൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കതൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കേക്ക്. ഇതിപ്പോൾ 4 ലെയറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 1.5 കിലോ വരുന്ന കേക്കാണ്. അപ്പോൾ നമുക്കിതിലോട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് അത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡിലോട്ടുള്ള ക്രീമും അതിലോട്ട് ആയിക്കോളും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സൈഡിലും കൂടി കൊടുത്തു വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇനി ബാക്കി ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മളുടെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിൽ ബാക്കിയുള്ള ക്രീമിലോട്ട് കുറച്ചുകൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം പർപ്പിൾ കളർ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലൊരു 2-3 ഡ്രോപ്പ് കൂടെ കൂടുതൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന വർക്കിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്കൊരു ഗനാഷ് വേണം, ഒരു ചോക്ലേറ്റ് ഗനാഷ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈസി മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നല്ല പണി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോൾ നേരിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഡബിൾ ബോയിൽ മെത്തേഡ് അല്ല. അപ്പോൾ അതിലേക്ക് ഒരു പകുതി ബാർ ചോക്ലേറ്റാണ് ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു കൈയളവിൻ്റെ ആ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത്ര എന്നുള്ള രീതിക്ക് മെഷർമെൻറ്റ് നോക്കിയിട്ടല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മരുങ്ങ് കിട്ടുമല്ലോ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ ഗനാഷ് ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മളുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ ചെയ്യണേൽ കുഴപ്പമില്ല. പെട്ടെന്നൊക്കെ ചെയ്യണ വർക്കുകളിലൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടൊന്ന് ജസ്റ്റ് ആറിയ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും കേക്കിൻ്റെ മുകളിലോട്ട് ഈ ഗനാഷ് ഒഴിക്കരുത്. അപ്പോൾ നമ്മളുടെ ക്രീമും കൂടി ഇളകിപ്പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടൊരു നോസിൽ വർക്കും കൂടി ചെയ്യാനുണ്ട്. ഇതിലെടുത്തേക്കണ നോസിലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 146 ആണ്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് മോഡലുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ നോസിൽ വെച്ചിട്ട് ഇതുപോലുള്ളൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ മുകളിൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇതിന് ചുറ്റുമായിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നോസിൽ വർക്ക് കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ലുക്കായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ബീഡ്സിൻ്റെ വർക്കും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള കുറച്ച് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബീഡ്സാണ് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുക്കുന്നത്. ഇത് കസ്റ്റമർ തന്ന മോഡലാണ്, അതനുസരിച്ചിട്ടാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കേക്കാണിത്. എന്നാലും ഇതത്ര ബുദ്ധിമുട്ടുള്ള കേക്കല്ല, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ ബീഡ്സും ഇതുപോലെ നമുക്ക് കേക്കിലോട്ടൊന്ന് ആക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബീഡ്സ് എല്ലാം ഇതിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ കാണുന്ന ആ ഒരു ഡിസൈനിലും കൂടി കുറച്ച് ബീഡ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.